ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഹോസ്പിറ്റൽ വീഡിയോ ആണ്. 5 days മോന് സുഖമില്ലായിട്ട് അഡ്മിറ്റ് ആക്കിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാനായിട്ട്. പിന്നെ ഉമ്മ ഗ്യാസിൻ്റെ ഗുളിക വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഉമ്മക്ക് വേണ്ടിയിട്ട് വാങ്ങി. അപ്പോൾ നേരെ പിന്നെ ക്യാൻറ്റീനിലേക്ക് കുറച്ചധികം ലോങ് ഉണ്ട്. അപ്പോൾ ആണ്ട് പോയിട്ട് ഫുഡൊക്കെ വാങ്ങാനായിട്ട് പോയി. അപ്പോൾ വെള്ളപ്പവും പിന്നെ നൂൽപുട്ടും ഉണ്ടായിരുന്നു. കുറച്ച് ദിവസമായി ഇത് അപ്ലോഡ് ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് ശരിക്കും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നൂൽപുട്ടും വെള്ളപ്പവുമാണ് അവിടെ നിന്ന് അന്ന് എടുത്തിട്ടുള്ളത്. പിന്നെ കടലക്കറിയും വാങ്ങി ചായയും വാങ്ങിയിട്ട് ബില്ലൊക്കെ ചെയ്തിട്ട് റൂമിലെത്തിയപ്പോൾ നഴ്സ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവനവിടെ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. പിന്നെ അവൻ്റെ ടെമ്പറേച്ചർ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് സിസ്റ്റർ പോയി. പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ നമ്മൾ പൊതിച്ചിരുന്ന് അതൊക്കെ ഒന്ന് മടക്കി ഒന്ന് റെഡിയാക്കി എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ മക്കൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ എൻ്റെത് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ക്ലീൻ ചെയ്യാനുള്ള താത്താരുണ്ടാവുമല്ലോ, അപ്പോൾ അവരെത്തിയിട്ടുണ്ട്. താത്താരും ചേച്ചിമാരും അങ്ങനെ മാറി മാറി ദിവസം വരും. പിന്നെ മോന് കഞ്ഞി വാങ്ങാനായിട്ട് പോയി. അപ്പോൾ അതിന് ഡോക്ടർ എത്തിയിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ആദ്യത്തിലേറെ ബെറ്റർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പോയി. പിന്നെ എന്താ കഴിക്കുന്നത് അത് കുറച്ച് നേരത്തിന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞിയിൽ കുറച്ച് വറ്റിട്ടിട്ട് കഞ്ഞിവെള്ളം കുറച്ച് കൂടുതലാക്കി എടുത്തിട്ട് അത് കൊടുത്തു. അപ്പോഴേക്കും മോൾ എണീറ്റ് മൂക്ക് ഫ്രഷ് ആക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത്. അപ്പോഴേക്കും മോനെ കുറച്ച് നേരം ഡോക്ടർമാരെ സിസ്റ്റേഴ്സിനെയൊക്കെ കാണുമ്പോൾ അവന് യൂണിഫോം ഇട്ട ആൾക്കാരെ കാണുമ്പോൾ ഇനി ക്ലീൻ ചെയ്യാൻ വരുന്ന ചേച്ചിമാരായാലും യൂണിഫോം ഇട്ട ചേച്ചിമാരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ പിന്നെ അവൻ ഭയങ്കര കളിയിലാണ്. അപ്പോൾ അതിന് ഞാൻ വേഗം പുറത്തിറങ്ങി. കാരണം അവന് വായ്പുണ്ണായതുകൊണ്ട് തന്നെ തലയിലൂടെ കൊളുത്തുന്ന ഡ്രസ്സൊന്നും അവന് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവന് ഉള്ളത് കൂടുതലും അങ്ങനത്തെ ഡ്രസ്സായതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇട്ട് കൊടുക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ 2-3 ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അത് തപ്പി ഒരുപാട് നടന്നു. നല്ല ക്വാളിറ്റി ഉള്ള നല്ല കുറച്ച് റേറ്റുള്ള ഡ്രസ്സൊക്കെ ഉണ്ട്. അതിൻ്റെ ആവശ്യമില്ല. കാരണം വീട്ടിൽ ഒരുപാട് ഡ്രസ്സ് ഉണ്ട്. ഈ ഒരു ടൈമിൽ എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രമാണല്ലോ നമ്മൾ ഡ്രസ്സ് എടുക്കുന്നത്. അപ്പോൾ 2-3 കടകൾ മാറി മാറി ഇറങ്ങുന്നുണ്ട്. അവിടെയൊക്കെ നോക്കി ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള ബട്ടൺസുള്ള ഷർട്ട് അതൊന്നുമില്ല, ടീഷർട്ടോ കാര്യങ്ങളൊന്നുമില്ല. അവസാനം സുഡിയോയിൽ പോയി അവിടെ എങ്ങാനും കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ബട്ടൺസിൽ ഒരു ടൈപ്പും ഉണ്ടായിരുന്നില്ല. പുതിയതായിട്ട് യൂസ് ചെയ്യുന്നതും ഉണ്ടായിരുന്നില്ല. ഇനി വീട്ടിൽ നിന്ന് ഡെയിലി യൂസിന് പറ്റിയത് അതും ഉണ്ടായിരുന്നില്ല. അവസാനം ആദ്യം വന്ന ഷോപ്പിൽ നിന്ന് തന്നെ കുറച്ച് വലിയ കുട്ടികളുടെ ഡ്രസ്സ് ഉണ്ടല്ലോ അത് നോക്കിയെടുത്തു. എന്നാൽ ഈ ടൈമിൽ നമുക്ക് കുപ്പായിട്ട് കൊടുക്കാതിരിക്കാൻ എന്തായാലും കഴിയൂല. അപ്പോൾ അങ്ങനെ അത് വാങ്ങിയിട്ട് പോകുന്നു. പിന്നെ റൂമിലെത്തി അവന് വൈപ്സൊക്കെ എടുത്തൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു. ഡയപ്പറൊക്കെ ഒന്ന് മാറ്റി. പിന്നെ ഞാനൊരു ഓറഞ്ചിൻ്റെ ഹാഫ് എടുത്തിട്ടൊക്കെ കഴിച്ചു. അപ്പോൾ അതൊരിക്കും സിസ്റ്റർ പിന്നെയും വന്നിട്ടുണ്ട്. അവൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നോക്കി നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല കൺസൾട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞാൻ ലഞ്ചിന് എന്താ ഉള്ളത് നോക്കാൻ പോയി. പുറത്തുനിന്നാണ് വാങ്ങിയത്. ക്യാൻറ്റീൻസ് നമുക്ക് അങ്ങോട്ട് എപ്പോഴും വന്ന് കഴിക്കാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു ഇഞ്ചി മിഠായി വാങ്ങി. പിന്നെ ഈവനിങ് മോക്ക് ഒരു ബണ്ണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബിരിയാണി ആയിരുന്നു വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരു 2 ബിരിയാണിയൊക്കെ വാങ്ങാൻ, എന്നിട്ട് എല്ലാവരും കൂടെ ഹാഫായിട്ട് കഴിക്കും. അത്രേ നമുക്ക് വേണ്ടി വരുന്നുള്ളൂ. പിന്നെ മോന് കഞ്ഞിയൊക്കെ കൊടുത്തു. പിന്നെ അവൻ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവും. കാരണം ഈ യൂണിഫോം ഇട്ട നമ്മളെ കോട്ടൊക്കെ ഇട്ട ആൾക്കാരെ കാണുമ്പോൾ അവന് ഇഞ്ചക്ഷൻ ഭയങ്കര പേടിയായതുകൊണ്ട് തന്നെ ആ സമയത്തായിരിക്കും ഭയങ്കര കരച്ചിൽ. പിന്നെ അവൻ നമ്മുടെ മാത്രമാകുമ്പോൾ നമ്മുടെ ഒരു ചുറ്റുപാടിലാവുമ്പോൾ അവൻ ഭയങ്കര ഓക്കെയാണ്. അപ്പോഴേക്കും ഹസ്ബൻഡിൻ്റെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മാനെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൻ. പിന്നെ എൻ്റെ കുഞ്ഞാമാരൊക്കെ വന്നിട്ടുണ്ട് കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരായിട്ടൊക്കെ ഒരുപാട് നേരം സംസാരിച്ചിരുന്ന്. പിന്നെ ഞാൻ പുറത്ത് പോയിട്ട് അവിടുന്ന് ഫിൽറ്ററിൽ നിന്ന് കുടിവെള്ളം ഫിൽറ്ററിൽ നിന്ന് പോയി എടുത്ത്. പിന്നെ ഈവനിങ് ചായയൊക്കെ വാങ്ങി. പിന്നെ അവിടെ ഒരു കസ്റ്റാർഡ് ആപ്പിൾ ഉണ്ടായിരുന്നു, നമ്മളെ ഈനാമ്പഴം എന്നാ മലപ്പുറത്ത് പറയാം. അപ്പോൾ അത് എടുത്ത് കുഞ്ഞാമാർ കൊണ്ടുവന്നായിരുന്നു. അതിൻ്റെ ഒരു ഹാഫ് എടുത്ത് കഴിച്ചു. പിന്നെ നൈറ്റൊക്കെ ആയപ്പോൾ ഞാനൊരു ഹാഫ് ബണ്ണ് മാത്രമാണ് കഴിച്ചു. കാരണം വിശപ്പുണ്ടായിരുന്നില്ല. ഹാഫ് ക്രീം ബണ്ണ് മാത്രം. പിന്നെ ഉമ്മ ചോറൊക്കെ പിന്നെ ഉണ്ടായിരുന്നു. ഉമ്മയും ഒക്കെ അതാണ് കഴിച്ചത്. പിന്നെ ഹസ്ബൻഡിൻ്റെ ഉമ്മ വന്നതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഉമ്മാനെ ഒന്ന് പുറത്താക്കി കൊടുക്കാനായിട്ട് ഞാൻ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.